വഖഫ് ഭേദഗതി ബില്ല് പാസ്സായതിനു പിന്നാലെ മുനമ്പത്ത് സമരക്കാർ മുദ്രാവാക്യം വിളിയും ആഹ്ലാദ പ്രകടനവും നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും സമരക്കാർ ജയ് വിളിച്ചു. സമരപ്പന്തലിൽ പുലർച്ചെ വരെ നാട്ടുകാർ രാജ്യസഭാ നടപടികൾ വീക്ഷിച്ചു. നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ മുനമ്പത്ത് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടണമെന്നതാണ് ഇനി നാട്ടുകാരുടെ ആവശ്യം. ഭേദഗതി ബിൽ ഞങ്ങളോട് മുനമ്പം ജനതയോട് BJP തന്ന വാക്ക് പാലിച്ചിരിക്കുന്നു. അത് തന്നെ ഞങ്ങൾ പറയുള്ളൂ. കാരണം ഞങ്ങൾ ഒത്തിരി പ്രതീക്ഷയോടെ കാത്തിരുന്നാണ് ഈ സമയം വരെ ഈ ബില്ലിനെ കാണുന്നത്. അപ്പോൾ BJP പറഞ്ഞ വാക്ക് BJP പാലിച്ചിട്ടുണ്ട്. ഇനിയുള്ള നടപടികൾ, അതായത് അത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കേരള സർക്കാരിനെ സമീപിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ ഞങ്ങൾക്ക് പുനഃസ്ഥാപിച്ച് കിട്ടണം. അത് പുനഃസ്ഥാപിച്ച് കിട്ടുന്നത് വരെ ഞങ്ങളുടെ സമരം ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും. സമരം നിർത്തില്ല. തീർച്ചയായിട്ടും ആ പുതിയ അമെൻമെന്റ് ബില്ല് വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ, അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാനുള്ള വകുപ്പുകൾ അതിൽ ഉണ്ട്. കൂടുതൽ വിവരങ്ങൾ അശ്വതി നൽകും. അശ്വതി, മുനമ്പത്തുകാരുടെ സന്തോഷം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒരുപക്ഷെ ഈ വഖഫ് ഭേദഗതി ബില്ല് രാജ്യസഭയും കൂടി കടന്നപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അവർ തന്നെയായിരിക്കുമല്ലേ? ശ്രീജ, ഇവിടെ മുനമ്പത്ത് ഇന്ന് പുലർച്ചെ വരെയാണ് എല്ലാവരും ഈ ബില്ല് പാസ്സാകുന്നതിന് വേണ്ടി കാത്തിരുന്നത്. ഈ സമരപ്പന്തലിൽ സജ്ജീകരിച്ചിരുന്ന TV-യിൽ അവർ രാജ്യസഭാ നടപടികളെല്ലാം തന്നെ വീക്ഷിക്കുകയായിരുന്നു. അത് സസൂക്ഷ്മം വീക്ഷിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു, ഇവിടെ പ്രത്യേകമായി അവർക്ക് ഒരു ചാർട്ട് നൽകിയിരുന്നു. അതിൽ ഓരോ MP-മാരും, അതായത് കേരളത്തിൽ നിന്നുള്ള ഓരോ MP-മാരും അതിൽ പ്രത്യേക വകുപ്പുകൾ അടയാളപ്പെടുത്തി അതിനോട് ഏത് തരത്തിലാണ് പ്രതികരിക്കുന്നത് എന്ന് അവർ രേഖപ്പെടുത്തിയിരുന്നു. അത്രയും ഒരു വിദ്യാർത്ഥിയുടെ കൗതുകത്തോടു കൂടിയാണ് ഇവിടുത്തെ മുനമ്പം നിവാസികൾ ഈ ബില്ലിനെ സസൂക്ഷ്മം നിരീക്ഷിച്ചിട്ടുള്ളത്. അത് ഇനി മുന്നോട്ടുള്ള അവരുടെ തീരുമാനങ്ങളിൽ, രാഷ്ട്രീയപരമായ നിലപാടുകളിൽ ഒക്കെ തന്നെ പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് മുനമ്പം സമരവേദി, ഈ സമരപന്തൽ വീണ്ടും സജീവമാകാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഇന്ന് പുലർച്ചെ വരെ അവരെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് BJP MP-മാർക്ക് മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടായിരുന്നു അവർ ഈ രാജ്യസഭയിൽ നടന്ന നടപടിക്രമങ്ങളെ വരവേറ്റത്, ഈ ബില്ല് പാസ്സായതിനെ വരവേറ്റത്. അതിനുശേഷം ഇവിടെ അവർ എങ്ങനെയാണ് ഈ ബില്ലിനെ സസൂക്ഷ്മം പഠിച്ചത് എന്ന് മനസ്സിലാക്കുന്ന തരത്തിൽ അവർ അത് എഴുതിയെടുത്തതിൻ്റെ എല്ലാം പേപ്പറുകളെല്ലാം ഇവിടെ തോരണമായി തൂക്കിയിട്ടുണ്ട്. ഒപ്പം MP സുരേഷ് ഗോപിയുടെ ഒരു ഫോട്ടോ പതിച്ചുകൊണ്ട് സുരേഷ് ഗോപിക്ക് നന്ദി പറയുന്നു എന്നും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിലാണ് മുനമ്പം നിവാസികൾ ഈ ബില്ലിനോടും രാജ്യസഭയിലും ലോക്സഭയിലും നടന്നിട്ടുള്ള നടപടിക്രമങ്ങളോടും പ്രതികരിക്കുന്നത്. ഇന്ന് ഈ സമരം, മുനമ്പത്തെ സമരം ഇവിടെ അവസാനിക്കുന്നില്ല, അവർ തുടരുകയാണ്. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നതാണ് ആത്യന്തികമായി മുനമ്പം നിവാസികളുടെ ആവശ്യം. ഇതിൽ ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് സംസ്ഥാന സർക്കാരാണ്. അക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരുമായിട്ട് ചർച്ചകൾ നടത്തുമെന്ന് തന്നെ അവർ ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണം എന്ന ആവശ്യവുമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ്. ഇന്ന് വളരെ പ്രധാനപ്പെട്ടത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് ഈ സമരപ്പന്തൽ സന്ദർശിക്കുന്നുണ്ട്. ഒപ്പം തന്നെ തുഷാർ വെള്ളാപ്പള്ളി, അദ്ദേഹവും ഇന്ന് ഈ സമരപന്തലിൽ എത്തുന്നുണ്ട്. ഈ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട നിയമം പാസ്സായതിനു ശേഷം വരുന്ന രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളാണ് ഇവർ രണ്ടുപേരും. അവർ രണ്ടുപേരും ഇന്ന് ഈ സമരപന്തൽ സന്ദർശിക്കും. ഒപ്പം തന്നെ ഈ സമരം എങ്ങനെ മുന്നോട്ട് പോകണം എന്ന കാര്യത്തിലൊക്കെ ഒരു തീരുമാനമെടുക്കുന്നത് ഇന്നായിരിക്കും. എന്തായാലും സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല. അവരുടെ ആത്യന്തികമായ ലക്ഷ്യം ഈ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുക എന്നത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ മാത്രമാണ് അവർ
അവർക്ക് ഈ ലാൻഡ് കൈകാര്യം ചെയ്യുവാനും ഇവരുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാനും സാധിക്കുകയുള്ളൂ. അത് തന്നെയാണ് അതിനു വേണ്ടിയുള്ള അടുത്ത നടപടികൾ സമരം ശക്തമാക്കുന്ന തരത്തിലേക്കൊക്കെ ആയിരിക്കും ഇനി പോവുക. എന്തായാലും അക്കാര്യത്തിലുള്ള തീരുമാനങ്ങളൊക്കെ ഇന്ന് ഉണ്ടാകും. അതുപോലെ തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഈ മുനമ്പം സമരവേദി സന്ദർശിക്കുന്നു എന്നതാണ് ഇന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. ശ്രീജ. ശരി അശ്വതി, എന്തായാലും മുനമ്പത്തുകാർ വലിയ സന്തോഷത്തിൽ തന്നെയാണ്. പക്ഷേ എന്തായാലും അവർ സമരം അവസാനിപ്പിക്കുന്നില്ല. തങ്ങളുടെ ആവശ്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുന്നതുവരെ സമരം തുടരാൻ തന്നെയാണ് അവരുടെ ഒരു തീരുമാനം.